അച്ഛൻ്റെ അടുത്ത് നേരിട്ട് ഒന്നും പറയാനുള്ള ധൈര്യമില്ല പലപ്പോഴും. പക്ഷെ അതുകൊണ്ട് ഇന്റർവ്യൂവിൽ ഒന്നും പറയും. എന്നെ ഭയങ്കര കാര്യമാണ് രണ്ടുപേർക്കും. നേരിട്ട് കാണിക്കൂലെങ്കിലും അച്ഛൻ തീരെ കാണിക്കില്ല. പക്ഷെ അവൻ ഇവിടെ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോ എന്റെ ശബ്ദം കേട്ടാൽ അവിടെ വന്ന് റൂമിൽ വന്ന് അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനിവാസന് ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ, എന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ്. അയാള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ എന്തും. നമ്മളൊക്കെ ധ്യാൻ ശ്രീനിവാസനെ കണ്ടിട്ടുള്ളത് ചിരിച്ചും ചിരിപ്പിച്ചുമൊക്കെയാണ്. ആ ധ്യാൻ ശ്രീനിവാസൻ ഇന്ന് നെഞ്ച് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളൊക്കെ കണ്ടത്. സ്വന്തം അച്ഛൻ മരിച്ചാൽ ഏതൊരു മകനും നെഞ്ച് തകർന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും. പക്ഷേ ധ്യാനിന്റെ സങ്കടത്തിനെ ഇരട്ടിയാക്കുന്നത് സ്വന്തം പിറന്നാൾ ദിനത്തിലാണ് തന്റെ പ്രിയപ്പെട്ട അച്ഛൻ നഷ്ടമാകുന്നതെന്നോർത്താണ്. തന്റെ 37ാം പിറന്നാളിലാണ് തന്റെ എല്ലാമെല്ലാമായ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരിക്കലും തന്റെ ആ പിറന്നാൾ ദിനം സന്തോഷത്തോടെ കണ്ടിരുന്ന ആ ദിനം, എല്ലാ വർഷവും സന്തോഷത്തോടെ കണ്ടിരുന്ന ആ ദിനം, തന്റെ പിറന്നാൾ ദിനം, ഇനി ആ ദിനം എത്തുമ്പോഴൊക്കെ നെഞ്ചു കീറുന്ന വേദനയായിരിക്കും ധ്യാനിന്. ഒരച്ഛൻ എന്ന നിലയിൽ ശ്രീനിവാസൻ ധ്യാനിനോടുള്ള സ്നേഹം പുറമേ പ്രകടിപ്പിക്കാൻ പിശുക്ക് കാണിച്ചെങ്കിലും അവസാന നാളുകളിൽ ധ്യാനിനെ ചേർത്ത് പിടിക്കുന്ന, ധ്യാനിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായി ഒക്കെയാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള തന്റെ അച്ഛനെ ഒന്ന് സ്നേഹിച്ച് കൊതി തീരും മുമ്പേ തന്റെ പിറന്നാൾ ദിനത്തിൽ വിധി തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറം തന്നെ ആയിരിക്കും. നമ്മുടെയെല്ലാം ശ്രീനിയേട്ടന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം.